ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു റാഗി ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് റാഗി, അര ഗ്ലാസ് പച്ചരി, അര ഗ്ലാസ്സിൽ കുറച്ച് കുറവാണ് ഉഴുന്ന് പരിപ്പ്. അര ഗ്ലാസ് വേണ്ട, അര ഗ്ലാസ്സിൽ കുറച്ച് കുറവ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സ്പൂണ്, ഒരു ടീസ്പൂൺ ഉലുവ. ഇത്രയും നമുക്ക് നന്നായിട്ട് കുതിർക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു 3-4 വെള്ളത്തിലെങ്കിലും കഴുകണം. റാഗിയിലൊക്കെ നന്നായി അഴുക്കുണ്ടാവും. ഒരു 3-4 വെള്ളത്തിലെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കാം. അതിന് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകുന്നുണ്ട്. നന്നായി അഴുക്കുണ്ടാവും, അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു 3-4 വെള്ളത്തിലെങ്കിലും കഴുകിയെടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മുതൽ 6 മണിക്കൂർ വരെ, 6 മണിക്കൂർ എന്തായാലും വേണം. അങ്ങനെ ആകുമ്പോഴേ ഒരു നന്നായിട്ട് പൊന്തത്തുള്ളൂ, ഇഡലി പൊങ്ങി വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിത് കുതിർക്കാൻ വെക്കാം. ഒരു 6 മണിക്കൂറെങ്കിലും ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം. നമുക്കിതിന് 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് കാണാം. വയ്ക്കാം. നമ്മളിത് കുതിർക്കാൻ വെച്ചിട്ട് 6 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് നോക്കാം. നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ഈ വെള്ളം തന്നെ ചേർത്തിട്ട് അരച്ചെടുക്കാം. വെള്ളമെല്ലാം നോക്കിയിട്ട് അധികം കൂടുതലായിട്ടൊന്നും വേണ്ട, നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. ഒരുപാടുണ്ടെങ്കിൽ പകുതിയായിട്ട് അരച്ചെടുത്താൽ മതി. വലിയ ജാറാണെങ്കിൽ ഒന്നിച്ച് അരച്ചെടുത്തോളൂ. കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ ചേർത്താൽ മതി, വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം. നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനേ. ഇനി ബാക്കിയും കൂടി അരച്ചെടുത്തിട്ട് വരാം. ബാക്കി പകുതിയും കൂടി അരച്ച് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ വേണം അരക്കാൻ. അധികം വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളമില്ലേ, അത് മതിയാവും. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 8 മണിക്കൂർ ഫെർമെൻ്റ് ആവാൻ വെക്കണം. അപ്പോഴാണ് കറക്റ്റ് ആകത്തുള്ളൂ. നമ്മൾ ചുടുമ്പോൾ നല്ലോണം പൊങ്ങിയൊക്കെ വരാൻ ഒരു 8 മണിക്കൂർ ഫെർമെൻ്റ് ആയിട്ട് വെക്കണം. പിന്നെ ചൂടുള്ള ഒരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊളിച്ച് കിട്ടും. അങ്ങനെ നമുക്ക് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഫെർമെൻ്റ് ആവാൻ വെച്ച് നമുക്ക് കൂട്ടി നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്നും ഇളക്കണ്ട, ഒന്ന് ചെറിയ രീതിയിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മാവ് ഒഴിക്കാൻ നോക്കാം. ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിക്കാം. നമുക്ക് ഓരോ ഇതിലായിട്ട് മാവ് കോരി ഒഴിക്കാം. ഓരോന്നിലായിട്ട് കോരി ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. എല്ലാ കുഴിയിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് വേവിക്കാം.
ഇഡ്ഡലി ആയി വന്നിനോ നോക്കാം, തുറന്ന് നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെക്കാം. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കണ്ടോ. ഇത് പുതിന ചട്നിയോടെയോ തേങ്ങാ ചട്നിയോടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും കഴിച്ചാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒരു ദിവസം ഒരു റാഗി ഇഡലിയോ റാഗിയുടെ എന്തുണ്ടെങ്കിലും കഴിച്ചാലും നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള റാഗി ഇഡലി. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു.